ഹൈന്ദവൻ എല്ലാം കച്ചവടാക്കുക. ഇവിടെ ചോദിക്കുക മന്ത്രം എനിക്ക് പറഞ്ഞു തരുമോ? അപ്പൊ എന്താ പറഞ്ഞു കൊടുത്ത മന്ത്രം എന്നോ? ശിവപുരാണത്തിൽ കൃഷ്ണനെ കുറിച്ച് പറയുന്നു. എന്നോട് ഇന്ന വിഷയം പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഗ്രന്ഥം ഇങ്ങനെ തുറക്കും. പണ്ടുള്ളവർ രാമായണം പകുത്തു നോക്കും പോലെ തുറന്നു നോക്കുമ്പോൾ ഏത് ഭാഗം വരുന്നോ അത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു പോരല. പിന്നെ ഇവിടെ ഇരുന്ന എന്തൊക്കെ മഹാദേവൻ ഈ ബുദ്ധിയിൽ ആ സരസ്വതിയായി ഇങ്ങനെ വരുത്തുന്നു അതങ്ങോട്ട് പറയുക ചെയ്യുക. ഇവിടെ വന്നത് തുളസി മഹാത്മ്യ. കാരണം കൃഷ്ണഭക്തയായ നീ മഹാദേവനായ എൻ്റെ ക്ഷേത്രത്തിൽ വന്ന് കൃഷ്ണനെ കുറിച്ച് തന്നെ പറ എന്ന് പറയും പോലെ എനിക്ക് തോന്നിയത്. ഇവിടെ ശ്രീകൃഷ്ണ മന്ത്രം ആണത്രേ ഉപദേശിച്ചു കൊടുത്തത്. സന്തോഷമായി. ഒരു തവണ ഉപദേശിച്ചുള്ളൂ, അതൊക്കെ കേട്ടു, നേരെ പഠിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി നീ നേരെ പുഷ്കരത്തിലേക്ക് പോകണം. ഇവിടെ ഈ പുഷ്കരം ഇതൊക്കെ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾ ആ ഗൂഗിളിലൊന്നും അങ്ങോട്ട് അടിച്ചു നോക്കൂ. നമ്മുടെ പണ്ടത്തെ ആ ജംബൂ ദ്വീപ എന്ന് പറയുന്ന നമ്മളുടെ മഹാഭാരതം, കുരുക്ഷേത്ര യുദ്ധം നടന്ന മഹാഭാരതം, നമ്മളുടെ ഭാരതത്തിലെ രാജസ്ഥാൻ അജ്മീർ എന്ന് കേട്ട ആദ്യം ഓർമ്മയിൽ മലപ്പുറംകാർക്ക് എന്താ വരിക? അവിടുത്തെ മോസ്ക. പക്ഷേ അവിടെ ഒരു ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ഉണ്ട്, ഒരു പുഷ്കര തീർത്ഥം ഉണ്ട്. ആ ലേക്കില് ഇപ്പോൾ കാശിയിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരുപാട് സ്നാനഘട്ടങ്ങളുണ്ട്, മണികർണിക ഒക്കെ. ഇതുപോലെ ഒരുപാട് സ്നാനഘട്ടങ്ങൾ ഈ പുഷ്കര തീർത്ഥത്തിലും ഉണ്ട്. ഈ പുഷ്കരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീ പോകണം. അവിടെ കാടാണ്. അവിടെ പോയിട്ട് തപസ് ചെയ്യണം ഈ ശ്രീകൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. ശക്തിമാനാണ്, ബലവാനാണ്, ധർമ്മിഷ്ഠനാണ്. ശരി, ഞാൻ തപസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നേരെ പുഷ്കരത്തിലേക്ക് യാത്രയായി. രാജസ്ഥാൻ പുഷ്കരത്തിൽ ചെന്ന്, അന്ന് രാജസ്ഥാനൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും ഗ്രന്ഥത്തിൽ ഈ പുഷ്കരം എഴുതി വെച്ച. കാരണം പിന്നീടല്ലേ നമ്മളിങ്ങനെ റീയൂണിയനും സ്റ്റേറ്റുകളും ഒക്കെ വന്ന്. ഇപ്പോൾ ഒരുപാട് ഡിവൈഡ് ചെയ്ത് ഇപ്പോഴും കുറേ സ്റ്റേറ്റുകൾ വന്നില്ലേ. ഇപ്പോൾ കേരളത്തിനെ മലപ്പുറത്തിനെ തന്നെ മുറിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ ഒരു കൂട്ടര്. ഹൈന്ദവരൊക്കെ ഉറങ്ങുക, സ്തൂണും ചാരി നിന്ന് അവൻ ഉറങ്ങുക, കല്യാണം കഴിക്കണില്ല, കുട്ടികൾ ഉണ്ടാവുന്നില്ല. പിന്നെ എങ്ങനെ പോപ്പുലേഷൻ വർദ്ധിക്കുക? ഹൈന്ദവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു, മറ്റുള്ളവരുടെ എണ്ണം 3, 4, 5 ആയിട്ട് കൂടി വരുന്നു. ഇവിടെ ഒരുപാട് തപസ് എന്ന് പറഞ്ഞാൽ എത്ര കാലമാണോ നമ്മളുടെ മനസ്സിൽ തപസ് എന്ന് പറഞ്ഞാൽ 1000 കൊല്ലം ഒറ്റക്കാലിൽ നിന്നൊക്കെ വരിക. ഇവിടെ 1,00,000 വർഷം. മനസ്സിലാക്കണം അന്നത്തെ ആയുസ്സും ആരോഗ്യം എത്ര ഉണ്ടെന്ന്. 1,00,000 വർഷം ഈ ശ്രീകൃഷ്ണ മന്ത്രവും ജപിച്ച് മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്യാം. വിഷ്ണു മഹാദേവനൊന്നും വരില്ല. കൃഷ്ണന്റെ മന്ത്ര ജപിക്കുന്നത് ആരാ വന്നത്? ബ്രഹ്മദേവൻ വന്നു. ബ്രഹ്മദേവൻ വരുന്നതും കാത്ത് ഇദ്ദേഹം ഇരുന്നു. പക്ഷെ 1,00,000 വർഷം കഴിഞ്ഞിട്ടും വന്നില്ല. അപ്പം എന്താ ഉണ്ടായെന്നറിയോ? ഈ രാക്ഷസന്മാർ തപസ് ചെയ്യുമ്പോൾ അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു കുരുട്ടുബുദ്ധി ഉണ്ടാവും. ഇവിടെ പക്ഷെ എന്താ? കുട്ടിയെ കിട്ടാനാ. അത് മനസ്സിലാക്കി